ഒരു കാലത്ത് ജനസംഖ്യയിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുണ്ടായിരുന്ന രാജ്യമായിരുന്നു ലെബനോൻ. 1932 സർവേ പ്രകാരം ജനസംഖ്യയുടെ 55% ക്രിസ്ത്യാനികളായിരുന്നു. രാജ്യം സാമ്പത്തികമായും സമാധാനപരമായും ഐശ്വര്യത്തിൽ കഴിഞ്ഞിരുന്ന ലെബനോൻ ഇന്ന് എല്ലാ തലത്തിലും വലിയ അസ്ഥിരതയിലൂടെയും അരക്ഷിതാവസ്ഥയിലൂടെയുമാണ് കടന്നുപോകുന്നത്. ലെബനോൻ എന്ന രാജ്യവും ഇന്ന് അവിടെ വളരെ ന്യൂനപക്ഷമായി മാറിയിരിക്കുന്ന ക്രൈസ്തവരും അനുഭവിക്കുന്ന ദുരവസ്ഥകൾക്ക് പിന്നിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഗണ്യമായ പങ്ക് വഹിക്കുന്നത് ഹിസ്ബുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ അധിനിവേശവും അതിക്രമങ്ങളും ആക്രമണങ്ങളും തന്നെയാണ്. വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ നേരിട്ട് സുവിശേഷ പ്രവർത്തനം നടത്തിയിട്ടുള്ള ലെബനോന്റെ മണ്ണിൽ ക്രൈസ്തവ ജനസംഖ്യ ഇന്ന് 32% മാത്രമായി ചുരുങ്ങിയത് ഹിസ്ബുള്ളയുടെ തീവ്രവാദ അജണ്ടകൾ ഏറെക്കുറെ നടപ്പിലായതിന്റെ നേർചിത്രമായി വേദനയോടെയാണ് ക്രൈസ്തവ ലോകം വീക്ഷിക്കുന്നത്. ക്രിസ്തുമതത്തിന്റെ പിള്ളത്തൊട്ടിലായി കണക്കാക്കപ്പെട്ടിരുന്ന ലെബനോനിൽ ഇന്ന് ഏറിയ പങ്കും ശേഷിക്കുന്നത് മാരോണൈറ്റ് ക്രൈസ്തവരാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ താമസ സന്യാസിയായിരുന്ന വിശുദ്ധ മാരണിന്റെ പേരിൽ നിന്നാണ് മാരോണൈറ്റ് ക്രൈസ്തവർക്ക് ഈ പേര് ലഭിച്ചത്. വിശുദ്ധ ഷാർബൽ ഉൾപ്പെടെയുള്ള തീക്ഷ്ണമതികളും വിശുദ്ധിയിൽ അഗ്രഗണ്യരുമായ വിശുദ്ധരെ സഭയ്ക്ക് സമ്മാനിച്ച മാരോണൈറ്റ് കത്തോലിക്ക സഭ ഇന്നും വിശ്വാസ പാരമ്പര്യങ്ങളിൽ സമ്പന്നമായ പൗരസ്ത്യ കത്തോലിക്ക സഭയാണ്. ക്രൈസ്തവർ രാജ്യപുരോഗതിയിലും അഭിവൃദ്ധിയിലും സംഭാവന ചെയ്തിട്ടുള്ള നിസ്തുല പങ്ക് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടായിരുന്നു രാജ്യത്ത് മാരോണൈറ്റ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സ്വാധീനം കുറയ്ക്കുന്നതിന് ബോധപൂർവമായ ഒരു മുന്നേറ്റം ആരംഭിച്ചത്. പലസ്തീനിയൻ ലിബറേഷണൽ ഓർഗനൈസേഷനുമായി ചേർന്ന് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഷിയ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ള മാരോണൈറ്റ് സമൂഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകളും സ്വത്തുക്കളും തന്ത്രപരമായി പിടിച്ചെടുക്കാൻ ആരംഭിച്ചു. ഈ അധിനിവേശം മാരോണൈറ്റ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മനോവീര്യം ഉലയ്ക്കുകയും അവരിൽ അനേകർ സുരക്ഷിത സങ്കേതം തേടി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്തു. എന്നാൽ രാജ്യത്തിന്റെ അധികാര മേഖലയിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ലെബനോന്റെ സമ്പദ് വ്യവസ്ഥയും സമാധാന അന്തരീക്ഷത്തെയും തകർക്കുകയാണുണ്ടായത്. 2023 ഒക്ടോബർ 7 കൊടുമ്പിരികൊണ്ട യുദ്ധത്തിൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുന്നതിനും ലെബനോനിൽ അധിനിവേശം ഉറപ്പിച്ചതുപോലെ ഇസ്രായേലിനുമേൽ അധിനിവേശം സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങളിൽ ഹമാസ്, ഹൂതി തുടങ്ങിയ ഇറാന്റെ പ്രോക്സികൾക്കൊപ്പം മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള തീവ്രവാദികൾ ലെബനോനിലെ ശേഷിക്കുന്ന ചെറിയ വിഭാഗം ക്രൈസ്തവരുടെ ജീവിതങ്ങളെ വല്ലാത്ത അരക്ഷിതാവസ്ഥയിലാക്കിയിരിക്കുകയാണ്. ലെബനോന്റെ പൗരന്മാരെ മനുഷ്യ കവചങ്ങളാക്കി ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഈ ചെറിയ വിഭാഗം ക്രൈസ്തവരുടെയും ജീവൻ അപകടത്തിലാണ്. ക്രൈസ്തവരെയും യഹൂദരെയും ഇല്ലാതാക്കി ഇസ്ലാമിക കാലിഫേറ്റ് കെട്ടിപ്പടുക്കാനുള്ള വലിയൊരു തീവ്രവാദ ശൃംഖലയ്ക്കെതിരെയാണ് ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉത്ഭവത്തോളം പൈതൃകമുള്ള ലെബനോനിലെ ക്രൈസ്തവർ ഇന്ന് ന്യൂനപക്ഷമായി ദുരിതമനുഭവിക്കുകയാണെങ്കിൽ ഓർക്കുക, ഈ തീവ്രവാദ ശൃംഖലയുടെ വേരറുക്കേണ്ടത് ഇസ്രായേലിന്റെ മാത്രം ആവശ്യമല്ല, അത് ലോകത്തിന്റെ ആവശ്യമാണ്.